ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ പ്ലേയിങ് 11. സോ നാളെ സൂപ്പർ സൺഡേ ആണ് റംഷാദ്. സൺറൈസേഴ്സ് വേഴ്സസ് ഫസ്റ്റ് കളി ആഫ്റ്റർനൂൺ ഗെയിം. MIVs. രണ്ടാമത്തെ കളി ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ദ മുംബൈ ഇന്ത്യൻസ്, ദി എൽ ക്ലാസിക്കോ. El Clásico. എല്ലാവരും കാത്തിരിക്കുന്ന കളി. സോ നമുക്ക് ഫസ്റ്റ് മാച്ചിന്റെ ഡീറ്റെയിൽസിലോട്ട് പോവാം. നമുക്ക് സൺറൈസേഴ്സ് വേഴ്സസ് ഹൈദരാബാദിന്റെ ഹോം മാച്ചിലാണ് കളി നടക്കുന്നത്, രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയം ഹൈദരാബാദ്. സോ ഹൈദരാബാദിന്റെ ഒരു ഹോം ഗെയിം. അതോടൊപ്പം തന്നെ പരാഗിന്റെ ക്യാപ്റ്റൻസി ഡെബ്യൂട്ട് ആയിരിക്കും നാളെ സംഭവിക്കാൻ പോകുന്നത്. സോ സഞ്ജു നിലവിൽ ബാറ്റ് ചെയ്യും, ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് വരുന്നതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഫീൽഡ് ചെയ്യാനുള്ള NOC NCAന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. സോ ഫീൽഡ് ചെയ്യാനുള്ള ഫിറ്റ്നസ് ആൾക്ക് വന്നിട്ടില്ല. സോ പരാഗ് ക്യാപ്റ്റൻ ചെയ്യും, സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഉള്ളിൽ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇൻ കേസ് കീപ്പ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ടീമിൽ ഓൾറെഡി വേറൊരു കീപ്പർ ഉണ്ട്, ഇന്ത്യൻ ഇന്റർനാഷണൽ കീപ്പർ ഉണ്ട്. സോ എന്താണ് നാളത്തെ കളിനെ കുറിച്ചൊരു പറയാനുള്ളത്? സൺറൈസേഴ്സ് സൺറൈസേഴ്സ് RR കളി പറയുകയാണെങ്കിൽ രണ്ട് ടീംസ് ആണ് നാളെ മത്സരിക്കുന്നത്. രണ്ട് ടീമിലും ബാറ്റിംഗിലാണെങ്കിലും ബോളിംഗിലാണെങ്കിലും പേരുകേട്ട പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു മത്സരമായിരിക്കും നാളെ. എനിക്കൊന്നും ഹൈ സ്കോറിംഗ് മാച്ച് തന്നെ ആയിരിക്കും നാളെ. അതെ അതെ, അവരുടെ ആ ഒരു ടെംപ്ലേറ്റ്, ആ ഒരു പിച്ച് അവരങ്ങനെ വെക്കത്തുള്ളൂ, ഉണ്ടാവുള്ളൂ. അതെ. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു മറ്റേ ഡ്യൂ ഫാക്ടറിന്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. 11 ഓവറിന് ശേഷം പുതിയ ബോൾ എടുക്കാൻ. പക്ഷെ അത് ആഫ്റ്റർനൂൺ മാച്ചിന് മാത്രം, ആഫ്റ്റർനൂൺ മാച്ചിന് ഇല്ല. ഈ 7:30 നടക്കുന്ന മാച്ചിന്, ഈവനിങ് മാച്ചിന് മാത്രമല്ല. ഒരു ടീമിന് അഡ്വാൻറ്റേജ് ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 220 തൊട്ടൊക്കെ അടിച്ചാലും ചേസ് ചെയ്യാനുള്ള ടീം ബാറ്റർ രണ്ട് ടീമിനുണ്ട്. സോ രണ്ട് ടീമിന്റെയും ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ആയിരിക്കും ഏറ്റവും വലിയ ഹൈലൈറ്റ് നാളെ. ഏത് ടീമിനാണോ അത് ക്ലിക്ക് ആവുന്നത് ആ ടീമിന് വലിയ മുൻതൂക്കം ഉണ്ടാവും. കാരണം ഒരു വശത്ത് അഭിഷേക് ശർമ്മ ഹെഡ്, ഇപ്പുറത്ത് യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ. പറയാൻ പോവുകയാണെങ്കിൽ ഇന്ത്യക്ക് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള 3 ഓപ്പണിംഗ് ബാറ്റേഴ്സ് ആണ്. ആകെ പൊസിഷനുള്ള 2 ആൾക്കാർക്ക്, അതിലെ 3 പ്ലേയേഴ്സ് മുഖാമുഖം എന്നൊരു മത്സരമാണ്. യശസ്വി ജയ്സ്വാൾ സഞ്ജു ആയിക്കോട്ടെ, അപ്പുറത്ത് അഭിഷേക് ആയിക്കോട്ടെ, ഇവരെല്ലാവരും മത്സരിക്കുന്നത് ഇന്ത്യയുടെ ഓപ്പണിംഗ് സ്പോട്ടിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ നാളെ നല്ലൊരു മത്സരമായിരിക്കും. ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് കഴിഞ്ഞ തവണ സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ വലിയ വിജയം അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പുകളായിരുന്നു. അതെ, ആ ഒരു പവർ പ്ലേയിലെ ഒരു എന്താ പറയാ, ഒരു എക്സ്പ്ലോസീവ് എന്നൊന്നും പറഞ്ഞാൽ പോലെ അതിനപ്പുറം 6 ഓവറിൽ 100 റണ്ണൊക്കെയാണ് സ്കോർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഭയമില്ലാതെ ബാറ്റ് വീശുന്ന 2 പ്ലേയേഴ്സ്. അഭിഷേക് കഴിഞ്ഞ സീസണിൽ ഒരു എന്താ പറയുക, യങ്സ്റ്റർ ആണ് അഭിഷേക് ആയിരുന്നുണ്ടെങ്കിൽ ഒരു കൊല്ലം കഴിയുന്ന സമയത്ത് ഇന്ത്യക്ക് വേണ്ടി കളിച്ച പരിചയ സമ്പത്തോടു കൂടിയാണ് അഭിഷേക് തിരിച്ചു വരുന്നത്. അത് എത്രത്തോളം സൺറൈസേഴ്സിന് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു? അത് എനിക്ക് തോന്നുന്നു അഭിഷേക് ടോട്ടലി ഗെയിം എല്ലാം മാറി. ആള് എക്സ്പ്ലോസീവ്. ആദ്യത്തെ കളിയെല്ലാം ആള് എനിക്ക് തോന്നുന്നു വെറും അടി മാത്രമായി. ഇന്ത്യൻ ടീമിൽ വന്നപ്പോ ആള് ഡിഫെൻഡ് ചെയ്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ടെക്നിക്ക് എല്ലാം ചേഞ്ച് ആയിട്ടുണ്ട് ഒരുപാട്. എനിക്ക് തോന്നുന്നത് ആക്ച്വലി ബാറ്റിങ്ങിന്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ SRH കുറച്ചുകൂടി ഒന്നും കൂടി അഡ്വാൻറ്റേജ് ഉള്ള ടീം. ബോളിംഗ് കുറച്ചേ ഉള്ളൂ. പക്ഷെ ബോളിംഗിന്റെ കേസിൽ പറയുമ്പോൾ കുറച്ച് അഡ്വാൻറ്റേജ് RRനുണ്ട്. അതെ, ബാറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവരുടെ സൈഡ് അഭിഷേക് ശർമ്മ, ഹെഡ് ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, അഭിനവ് മനോഹർ, ഹെൻറി ക്ലാർക്ക്. സോ ഈ ഇപ്പൊ ഒരു സൈഡ് ബാറ്റിംഗ് നിൽക്കുന്ന സമയത്ത് മറുഭാഗത്ത് യശസ്വി ജയ്സ്വാൾ, സഞ്ജു സാംസൺ, റയാൻ പരാഗ്, ധ്രുവ് ജുരൽ, നിതീഷ് റാണ, ഷിമ്രൻ ഹെറ്റ്മർ. റംഷാദ് പറഞ്ഞോട് ഞാൻ യോജിക്കുന്നു. ബാറ്റിംഗ് വൈസ് നോക്കുന്ന സമയത്ത് ചെറിയൊരു എഡ്ജ് സൺറൈസേഴ്സിനുണ്ട്. കാരണം സൺറൈസേഴ്സിന്റെ എക്സ്പീരിയൻസ്, ഹെഡ് ആയിക്കോട്ടെ, ക്ലാസൻ ആയിക്കോട്ടെ, ഇഷാൻ കിഷൻ കമ്പാരിറ്റീവ്ലി ബാക്കി IPL ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയർ ആണ്. പുതിയ ഫ്രാഞ്ചൈസിക്ക് വേണ്ടിയാണ് കളിക്കുന്നത്. ഇതെല്ലാം വെച്ച് നോക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു എഡ്ജ് ബാറ്റിങ്ങിൽ SRHനുണ്ട്. പക്ഷെ ബോളിങ്ങിലോട്ട് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സൈഡ് നിതീഷ് കുമാർ റെഡ്ഡി ഉണ്ട്. വേറെ പ്രോപ്പർ ഓൾറൗണ്ടർ എന്ന് പറയുന്നത് നിതീഷ് കുമാർ റെഡ്ഡി മാത്രമാണ്. പിന്നെ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ കുറച്ച് പാർട്ട് ടൈമിൽ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്താലേ ഉള്ളൂ. ഇപ്പുറത്തെ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ ഹസരംഗയും ഒരു
ഓൾറൗണ്ടർ, പിന്നെ ആർച്ചറും. ഇവർ രണ്ടാളും ബൗളർ ക്യാൻ ബാറ്റ് എന്നുള്ള ഒരു പ്രോപ്പർ ഓൾറൗണ്ടർ എന്നുള്ള ലിസ്റ്റിൽ ഞാൻ ഒരിക്കലും ആർച്ചറിനെയും അസറങ്കനെയും ഞാൻ എന്ത് ചെയ്യില്ല, ഉൾപ്പെടുത്തില്ല. സോ ഓൾറൗണ്ടറുടെ ഒരു അഡ്വാൻറ്റേജും സൺറൈസേഴ്സിനാണുള്ളത്. ബൗളിങ്ങിന്റെ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സീസണിൽ RR ക്യാമ്പിൽ ഉണ്ടായിരുന്ന ആഡം സാംബയെ തിരിച്ച് SRH ഇപ്പുറത്ത് എത്തിച്ചിട്ടുണ്ട്. കഴിഞ്ഞ സീസണിൽ അവർക്ക് ഉണ്ടായിരുന്ന വലിയൊരു ലൂപ്പ് ഹോൾ എന്ന് പറയുന്നത് അവർക്ക് നല്ലൊരു സ്പിന്നർ ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം. കറക്റ്റ് ആഡം സാംബ എന്നൊരു ലോകോത്തര ബൗളറെ അവർ തിരിച്ച് ക്യാമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സോ സ്പിന്നർ, അതെ, സോ സ്പിന്നേഴ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് നാളെ ആഡം സാംബ കളിക്കാൻ ചാൻസ് ഉണ്ട്. രാഹുൽ ചാർ കളിക്കുമോ നാളെ? അതെ, പക്ഷെ ഇപ്പുറത്തെ സൈഡ് എനിക്ക് തോന്നുന്നു അസറങ്ക എന്തായാലും ഉണ്ടാവും. തീക്ഷണ കളിക്കും തോന്നുന്നുണ്ട്. തീക്ഷണ കളിച്ചില്ലെങ്കിൽ പിന്നെ ഫസൽ ഫറൂഖി കളിക്കാനാണ് ചാൻസ്. സോ എനിക്ക് തോന്നുന്നു അവർ ആ സ്പിൻ പോലെ സ്റ്റിക്ക് ചെയ്യുന്നു. കാരണം അശ്വിൻ ചഹൽ എന്നുള്ള കോംബോ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്താണ് ആറാറിന്. ഹസരംഗ തീക്ഷണ എന്നുള്ള ഒരു കോംബോയിലൂടെ ഒരു സ്റ്റിക്ക് ചെയ്യും. സോ ഹസരംഗ തീക്ഷണ എന്നുള്ള കോമ്പിനേഷൻ സാംബ രാഹുൽ ചയർ എന്നുള്ള കോമ്പിനേഷനെക്കാളും കുറച്ചുകൂടി മുൻതൂക്കം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. എഗ്രി ആണോ? ഫാസ്റ്റ് ബോളിങ്ങിലോട്ട് വരുന്ന സമയത്ത് മുഹമ്മദ് ഷമി ഉണ്ട്, ഉനക്കട്ട് ഉണ്ട്, ഹർഷൽ പട്ടേൽ ഉണ്ട്. അത് തന്നെയായിരിക്കും അവരുടെ മെയിൻ 3 ബൗളേഴ്സായിട്ട് അവർ കളിപ്പിക്കാൻ ചാൻസ്. ഇപ്പുറത്തെ സൈഡ് നോക്കുകയാണെങ്കിൽ ജോഫ്ര ആർച്ചർ, തുഷാർ ദേശ്പാണ്ഡെ, സന്ദീപ് ശർമ്മ, പിന്നെ ആകാശ് ശർമ്മ. ബൗളിംഗിൽ ഫാസ്റ്റ് ബോളിംഗിൽ ആർക്കാണ് ഒരു മുൻതൂക്കം കാണുന്നത്? ഫാസ്റ്റ് ബോളിംഗിൽ എക്സ്പീരിയൻസ് വൈസ് നോക്കുകയാണെങ്കിൽ SRH ആണ്. കാരണം ഇവരെല്ലാം ഇപ്പം ഹർഷൽ പട്ടേൽ ആയാലും ഒരുപാട് കാലമായി IPL കളിക്കുന്നത്. അതെ, IPL ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ആർച്ചർ, ദേശ്പാണ്ഡെ നല്ലൊരു വിക്കറ്റ് ടേക്കിംഗ് ബൗളറാണ്. അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ കഴിഞ്ഞ 2-3 സീസണിലായിട്ട് ബ്രില്യന്റ് ആയിട്ട് ഡെത്ത് ബോളിംഗ് ആണ് കാഴ്ചവെക്കുന്നത്. ആർച്ചറിന് പവർ പ്ലേയില് സ്ട്രൈക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ, അതായത് ഹെഡിനെയും അഭിഷേക് ശർമ്മനെയും തടയാൻ ട്രാവിസ് ഹെഡിനും അഭിഷേക്, ഇഷാൻ കിഷൻ, ഈ 3 ആളെയും തടയാൻ ആർച്ചറെ കൊണ്ട് സാധിച്ചാൽ RRന് വലിയ മുൻതൂക്കം ഉണ്ടാവും. ഞാനിത് ബൗളിംഗ് സൈഡിൽ ഞാൻ RRാണ് കുറച്ചുകൂടി അഡ്വാൻറ്റേജ് പോലെ എനിക്ക് തോന്നുന്നത്. സോ നാളെ ആര് ജയിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത്? ഞാൻ SRH ജയിക്കും. SRH. ഓക്കെ, ഞാൻ RRന്റെ സൈഡിൽ തന്നെ ഇത്തവണ പിടിക്കുന്നത്. എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക് നാളെ ആർച്ചറിന്റെ ഒരു കംബാക്ക് സീസണ് RRലോട്ട് പഴയൊരു ആർച്ചറിനെ നമുക്ക് നാളെ കാണാൻ കഴിയും. ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്ന സൺറൈസേഴ്സ് ആദ്യം ബാറ്റ് ചെയ്യും, അവർ നല്ല സ്കോർ പോസ്റ്റ് ചെയ്യും. പക്ഷെ എനിക്ക് തോന്നുന്നില്ല RRനത് ചെയ്തെടുക്കാൻ പറ്റും. നാളെ അറിയാം അവരുടെ RRയുടെ ഒരു ബാറ്റിംഗ് ലൈനപ്പ്, അവരുടെ ഒരു ഇന്ത്യൻ സെറ്റപ്പ് എത്രത്തോളം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുന്നുള്ള എല്ലാം നാളെ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് RRന്റെ നേരെ. കാരണം ബട്ട്ലർ, അതുപോലെ തന്നെ അശ്വിൻ, ചഹൽ, ബോൾട്ട് ഇവരൊക്കെ വിട്ട് കളഞ്ഞതിൽ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾക്കെല്ലാം കളിയിലൂടെ മറുപടി പറയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ. കാരണം രാഹുൽ ദ്രാവിഡ് എപ്പോഴും ഒരു യങ്സ്റ്റേഴ്സിനെ വാർത്തെടുക്കുന്ന ഒരു കോച്ചാണ്. സോ രാഹുൽ ദ്രാവിഡിന്റെ കീഴിൽ എങ്ങനെയാണ് നാളെ കളിക്കുക എന്നുള്ള നമുക്ക് കാണാം. സോ നാളത്തെ ഫാന്റസി പിക്ക് എങ്ങനെയാണ് റംഷാദ്? ഹെൻറി ക്ലാസ്, നിതീഷ് റാണ, സന്ദീപ് ശർമ്മ 4 ആളായുള്ളൂ. അപ്പോ ഇഷാൻ കിഷനും കൂടി ആഡ് ചെയ്തോ? ഇഷാൻ കിഷൻ. സോ നാളെ ഞാന് ഹെഡിനെടുത്തു, ജയ്സ്വാലിനെടുത്തു, സഞ്ജുവിനെടുത്തു, ഹസരംഗനെടുത്തു, പിന്നെ ഹർഷൽ പട്ടേലിനെടുത്തു. ഹർഷൽ പട്ടേൽ എത്ര തല്ലുകൊണ്ടാണ് വിക്കറ്റ് എടുക്കും. ഫാന്റസി എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കളിയും ഹർഷൽ പട്ടേലിന് വിടണ്ട. കളി ജയിക്കുകയോ തോക്കുവോ, ഹർഷൽ പട്ടേൽ 2 വിക്കറ്റ് ലാസ്റ്റ് ഫുൾ ടോസ് ഇട്ട് എടുത്ത് തരും. സോ സാമ്പാനെ വിട്ടിട്ടുണ്ട്. സാമ്പയെ നാളെ നിർണായകയാകും. പക്ഷെ ഹൈദരാബാദ് പിച്ചായത് കൊണ്ടാണ് സ്പിന്നേഴ്സിന് എത്രത്തോളം ഒരു മുൻതൂക്കം കിട്ടുന്നതെന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു പേസറിലോട്ട് പോയത്. സോ റംഷാദ് പറയുന്നു SR ജയിക്കുമെന്ന്, ഞാൻ പറയുന്നു RR ജയിക്കാമെന്ന്. നാളെ നമുക്ക് റിവ്യൂവിൽ നമുക്ക് കണ്ടുപോട്ട് എന്താവുന്നു. സോ നമുക്ക് രണ്ടാമത്തെ കളിയിലോട്ട് പോവാം.
SRHന്റെ കഴിഞ്ഞു. രണ്ടാമത്തെ കളിയിലോട്ട് പോവാം. MI വേഴ്സസ് CSK, ദി എൽ ക്ലാസിക്കോ. സോ IPLന്റെ എക്കാലത്തെയും എന്താ പറയാ, രണ്ട് വൻമരങ്ങൾ തമ്മിലുള്ള മത്സരമാണ് നാളെ നടക്കാൻ പോകുന്നത്. ചെന്നൈയിലാണ് മത്സരം. അതാണ് വലിയ ഹൈലൈറ്റ്. സൂര്യകുമാർ യാദവ് ആയിരിക്കും ടീമിനെ നയിക്കുക. ഹർദിക് പാണ്ഡ്യ ഉണ്ടായിരിക്കില്ല. ബുംറ ഓൾറെഡി അവൈലബിൾ അല്ല. സോ ബുംറയും ഹർദിക് പാണ്ഡ്യയും ഇല്ലാത്തൊരു MI ആണ് നാളെ ചെന്നൈയിൽ നേരിടാൻ പോകുന്നത്. മുംബൈക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? എനിക്ക് തോന്നുന്ന ഒരു സ്പിൻ ഫ്രണ്ട്ലി ട്രാക്ക് ആയിരിക്കും നാളെ മിക്കവാറും. തീർച്ചയായും അശ്വിനെയും 100 അഹമ്മദിനെയും ജഡേജയും വെച്ചിട്ട് പിന്നെ വേറൊന്നും നമുക്ക് മറുത്ത് ചിന്തിക്കാനില്ല. സാധ്യതയില്ലല്ലോ. അപ്പൊ എങ്ങനെ അവരെ സ്പിൻ ബോളിങ്ങിന് നമ്മൾ മുംബൈ നേരിടും, അതിനനുസരിച്ചാണ് മുംബൈന്റെ വിജയ സാധ്യത നാളെ. അതെ. മുംബൈയുടെ 11 വലിയ വ്യത്യാസം. ആരായിരിക്കും ഓപ്പൺ ചെയ്യുക? റയാൻ റിക്കൽട്ടൺ ആയിരിക്കോ വരിക? റിക്കൽട്ടൺ തന്നെ ആയിരിക്കും. റിക്കൽട്ടനും രോഹിത് ശർമ്മയായിരിക്കും ഓപ്പൺ ചെയ്യുന്നത്. കാരണം അവർ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് കോമ്പിനേഷൻ ആണ് എന്നും മുംബൈക്ക് റയാൻ റിക്കൽട്ടൺ നല്ലൊരു ഫോമിലും ആണ്. എനിക്ക് തോന്നുന്നത് റയാൻ റിക്കൽട്ടൺ തന്നെ നാളെ ഓപ്പൺ ചെയ്യാനാണ് ചാൻസ്. വേറെ എനിക്ക് തോന്നുന്നു റോബിൻ മിൻസ് ഡൗൺ ദി ഓർഡർ കളിക്കാനും നാളെ ചാൻസ് ഉണ്ട്. റോബിൻ മിൻസ് നാളെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഹാർദിക് പാണ്ഡ്യ ആവശ്യമുള്ളതാണ്. ഹർദിക് പാണ്ഡ്യക്ക് പകരം നാളെ ആരായിരിക്കും ടീമിൽ വരിക? ഇത് തന്നെ റോബിൻ മിൻസ് അല്ലെങ്കിൽ നമൻദീർ ഒരു കുറച്ചും കൂടി ഒരു ടോപ്പ് ഓർഡർ ബാറ്ററാണ്. അല്ലെങ്കിൽ 4 പേരാണ്. അപ്പൊ റോബിൻ മിൻസിന് തന്നെയാണ് ചാൻസ് നാളെ കൂടുതലും. അതെ. CSKയിലോട്ട് വരുന്ന സമയത്ത് CSK വലിയൊരു ചോദ്യചിഹ്നത്തിലാണ് നാളെ ആരെ കളിപ്പിക്കുന്നുള്ള കാര്യത്തിൽ. കോൺവേ ഉണ്ട്, രച്ചിൻ രവീന്ദ്ര ഉണ്ട്. രണ്ടാളെ ഒരുമിച്ച് കളിപ്പിക്കോ? ഇനിയിപ്പോ ഏതെങ്കിലും ഒരാൾ, എനിക്ക് തോന്നുന്നു രണ്ടാളെ ഒരുമിച്ച് കളിക്കാൻ ചാൻസ് ഇല്ല. കാരണം 100 അഹമ്മദ് എന്തായാലും ഒരു ഷോർട്ടിയാണ് കളിപ്പിക്കും. പതിരാന എന്തായാലും കളിക്കും. സാം കരൺ ആ ഒരു ടീം സെറ്റപ്പിൽ ഉറപ്പായും കളിക്കും. അവിടെ ഒരു ചോദ്യം വരിക, ആര്? രച്ചിൻ രവീന്ദ്ര അവർ കോൺവേ? ആര് നിന്റെ ഒരു അഭിപ്രായത്തിൽ കളിക്കാൻ തോന്നുന്നു? രച്ചിൻ രവീന്ദ്ര തന്നെ ആയിരിക്കും. ചപ്പോക്കില് എനിക്ക് തോന്നുന്നു രവീന്ദ്ര ആയിരിക്കും. കാരണം അവർക്ക് ഓഫ് സ്പിന്നും കൂടി ഒന്നുകൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ആളല്ലേ. സ്പിന്ന് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അവര് പഴയ CSK എപ്പോഴും അവരുടെ ഒരു ട്രഡീഷനോട് എപ്പോഴും ചേർന്ന് നിൽക്കുന്ന ഒരു ടീമാണ്. അപ്പൊ കോൺവേ ഒരുപാട് കളി വിജയിപ്പിച്ചിട്ടുണ്ട് അവരുടെ ടീമിനെ. സോ കോൺവേയിൽ തന്നെ അവർ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുമോ പറയാൻ കഴിയില്ല. അതെ, നമ്മളിപ്പോഴത്തെ ഫോം വെച്ച് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും രച്ചിൻ രവീന്ദ്രയാണ് വരേണ്ടത്. പക്ഷെ ആ ഒരു ടീം മാനേജ്മെന്റ് സൈഡിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ സർപ്രൈസ് പ്രതീക്ഷിക്കാം. നാളെ കോൺവേ കളിച്ചാലും നമുക്ക് എന്ത് ചെയ്യാനില്ല, സർപ്രൈസ് ആവാനില്ല. സോ CSKന്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഋതുരാജ്, രച്ചിൻ രവീന്ദ്ര, ശിവൻ ഡൂബെ, ത്രിപാഠി, വിജയ് ശങ്കർ, ധോണി, സാം കരൺ, ജഡേജ. നല്ലൊരു ബാറ്റിംഗ് ആണ്. ബാറ്റിംഗ് ആണ്. ഇപ്പുറത്തെ സൈഡാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മ, റയാൻ റിക്കൽട്ടൺ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, നമൻദീർ, റോബിൻ മിൻസ്. ആർക്കാണ് ഒരു മുൻതൂക്കം കാണുന്നത്? ടോട്ടൽ ടീം വൈസ് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ചെന്നൈക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. ബാറ്റേഴ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഈക്വൽ ആണ്, ഏറെക്കുറെ ഈക്വൽ ആണ്. പക്ഷെ സ്പിൻ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റ് വരുന്ന സമയത്ത് അശ്വിൻ, ജഡേജ, അതിനൊപ്പം അവരൊരു സാധനം ഇമ്പോസും അതിനിടയിൽ കൂടി ഒരാളെ കൂടി 100 അഹമ്മദിനെ കൂടി തിരികെ കയറ്റും. സോ ഒരു 12 ഓവർ സ്പിന്ന് അത് ചെന്നൈയില് അത് വലിയൊരു കടമ്പയായിരിക്കും മുംബൈ ഇന്ത്യൻസ് പ്ലേയേഴ്സിന്. ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാറ്റ്നർ ആണ് ഉള്ളത്. സാറ്റ്നറിനെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് തോന്നുന്നു മുജീബുർ റഹ്മാനെ മേ ബി അവർ കൊണ്ട് കളിപ്പിച്ചേക്കാം. മുജീബുർ റഹ്മാൻ കളിക്കാൻ ചാൻസ് ഉണ്ട്. കരൺ ശർമ്മയും കൂടി കളിച്ചാലും അത്ഭുതപ്പെടാനില്ല. പക്ഷെ അശ്വിന്റെയും ജഡേജന്റെയും എക്സ്പീരിയൻസിനും 100 അഹമ്മദിന്റെ വേരിയേഷൻസിനും മുന്നിൽ കമ്പാരിസൺ ഒന്നുമില്ല ഇപ്പോഴത്തെ സൈഡിൽ നിന്ന്. ആകെയുള്ളത് സാറ്റ്നർ ആണ്. സാറ്റ്നർ ചെന്നൈയുടെ കൂടെ ട്രാവൽ ചെയ്തൊരു പ്ലെയർ ആണ്. പക്ഷെ ക്ലിയർ അഡ്വാൻറ്റേജ്. ബോളിംഗ് സൈഡ് വെച്ച് നോക്കുമ്പോൾ ബുംറ ഇല്ലാത്ത മുംബൈ ചെന്നൈക്കാണ് അതിൽ അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്. ഫാസ്റ്റ് ബോളിംഗിൽ വരുന്ന സമയത്ത് ട്രെന്റ് ബോൾട്ട്, ദീപക് ചഹർ നയിക്കുന്ന ഒരു ബോളിംഗ് യൂണിറ്റ് എനിക്ക് തോന്നുന്നു ചെന്നൈനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആണോ എന്നൊരു തോന്നലുണ്ട്. അതെ, ഫാസ്റ്റ് ബോളിംഗില്.
ഇപ്പൊ എപ്പോക്കിൽ അത് എത്രമാത്രം എഫക്റ്റീവ് ആണെന്ന് അറിയില്ല. അതെ, ട്രെന്റ് ബോൾട്ട്, ദീപക് ചാർ നല്ല രണ്ട് പവർ പ്ലേ ബൗളേഴ്സ് ആണ്. പക്ഷെ ഈ സെയിം പ്രശ്നമാണ്, ഡെത്തിൽ ആര് വന്ന് ബോൾ ചെയ്യുമെന്നുള്ളൊരു പ്രശ്നം കൂടി ഉദിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സൈഡ് ആണെന്നുണ്ടെങ്കിൽ പതിരാനെ നമ്മൾ SA20 ഈ ഒരു പ്രകടനം റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീലങ്കയ്ക്കെതിരെ കളിക്കുന്ന സമയത്തും ആൾക്ക് ആ ഒരു പെർഫോമൻസ് റിപ്പീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളിപ്പോ റീസെന്റ് കണ്ട വീഡിയോസിലെല്ലാം വീണ്ടും ഒരു പഴയ ആക്ഷനിൽ ചെയ്യുന്നത് പോലെയാണ് കണ്ടത്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് പ്ലെയേഴ്സ് ഉണ്ട് ചെന്നൈയിൽ വരുമ്പോൾ ആകെ അടിമുടി മാറുന്ന ഒരു പ്ലെയേഴ്സ് ഉണ്ട്. അതിലൊന്നാണ് പതിരാന. ബാക്കിയുള്ള ഒരു വർഷം മൊത്തം എങ്ങനെ ഫോം ഔട്ട് ആയാലും ചെന്നൈയിൽ വരുമ്പോൾ ആളുടെ ഫോം ആകാൻ മാറും. സോ അങ്ങനത്തെ ഒരു പ്ലെയർ ആണ് പതിരാന. സോ പതിരാന ഉണ്ട് നാളെ. അതോടൊപ്പം സാംകരൻ ഒരു അഡീഷൻ ആണ്. ഖലീൽ അഹമ്മദ് നാളെ കളിക്കാൻ ചാൻസ് ഉണ്ട്. ഖലീൽ അഹമ്മദ് ഒരു അൻഷുൽ കമ്പോജ്. എന്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അൻഷുൽ കമ്പോജ് ആയിരിക്കണം നാളെ കളിക്കുക. ഇതില് വേറെ കേസ്, ചെന്നൈ ക്യാമ്പിൽ ഉണ്ടായിരുന്ന 2 പ്ലെയർ നാളെ മുംബൈക്ക് വേണ്ടി കളിക്കുന്നുണ്ട്. പിന്നെ ദീപക് ചഹറും. ഇപ്പുറത്തെ അൻഷുൽ കമ്പോജ്. മുംബൈയിൽ ഉണ്ടായിരുന്ന കമ്പോജ് ആണ് അടുത്ത കളിയിൽ ചെന്നൈയിൽ കളിക്കുന്നത്. ഞാൻ ശരിക്കും അൻഷുൽ കമ്പോജിനെ മുംബൈ RTM ഇടുന്നാണ് വിചാരിച്ചത്, ശരിക്കും പറഞ്ഞാൽ. പക്ഷെ ഒരു നവന്തീറിനാണ് അവര് മുംബൈ ഇന്ത്യൻസ് പോയത്. എനിക്ക് തോന്നുന്നു അൻഷുൽ കമ്പോജ് ആണ് കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ ആയിരുന്നത് എനിക്ക് തോന്നുന്നു. കാരണം ഒരു അപ്കമിങ് ഫാസ്റ്റ് ബൗളർ ആണ്. നല്ലൊരു ഫാസ്റ്റ് ബൗളർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എപ്പോഴും നല്ലൊരു ഡിമാൻഡ് ഉള്ള ഒരു സെഗ്മെന്റ് തന്നെയാണ്. സോ നാളെ ചെന്നൈ മുംബൈ മത്സരം നടക്കുന്ന സമയത്ത് സ്പിൻ ബോളിംഗ് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കൊണ്ട് ഞാൻ പറയുന്നു ചെന്നൈക്ക് നാളെ ഒരു സാധ്യതയാണ് കൂടുതൽ, ഒരു 60-40. ഞാൻ മനസ്സുകൊണ്ട് എനിക്ക് അഡ്വാൻറ്റേജ് വെച്ച് നോക്കുമ്പോ ചെന്നൈ ജയിക്കും തോന്നുന്നു. പക്ഷേ നമ്മളിപ്പോ മുംബൈന്റെ ഇവിടെ മുംബൈ ജയിക്കും, അട്ടിമറിക്കും. മുംബൈ ജയിക്കും. സോ ഇന്ന് രണ്ടുപേര് 2 ദശയിലാണ് ഉള്ളത്. ഫസ്റ്റ് കളിയിൽ റംഷാദ് SRH, ഞാൻ RR. രണ്ടാമത്തെ കളിയിൽ ഞാൻ CSK, റംഷാദ് MI. സോ താങ്ക് യു റംഷാദ്. നമുക്ക് കാണാം, മാച്ചിന് ശേഷം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിവ്യൂ നോക്കാം. സോ താങ്ക് യു വെരി മച്ച്. ഫാന്റസി പിക്ക് കിട്ടുമോ അല്ലേ? ഫാന്റസി പിക്ക് ഞാൻ നാളെ ഋതുരാജിനെടുത്തു 1, രണ്ടാമത് സാംകറിനെ എടുത്തു, ജഡേജ വിടുന്നില്ല, ജഡേജനെടുത്തു. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് രോഹിത് ശർമ്മ എടുത്തു. ട്രെന്റ് ബോൾട്ടിനെ എടുത്തു. അതെ, ഞാൻ തിലക് വർമ്മ, മിച്ചൽ സാന്റ്നർ, സൂര്യകുമാർ, രച്ചിൻ രവീന്ദ്ര, രവിചന്ദ്രൻ അശ്വിൻ. എനിക്ക് എന്തോ തോന്നുന്നു നാളെ ഹിറ്റ്മാന്റെ ഒരു 34 ബോളിൽ 75 റൺ ഉണ്ട് എന്നാണ് എഴുതി വെച്ചത്. 34 ബോളിൽ 75. ഞാൻ പറയുന്നത് നാളെ തിലക് വർമ്മന്റെ നല്ലൊരു ഇന്നിംഗ്സ്. തിലക് വർമ്മന്റെ നല്ലൊരു ഇന്നിംഗ്സ്. സോ താങ്ക് യു റംഷാദ്, താങ്ക് യു ഫോർ ദ ജോയിനിങ്. സോ കളി കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം വിത്ത് ദ ഡീറ്റെയിൽഡ് റിവ്യൂ. താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ്.